കെ എം മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം മാണിയുടെ പാലായിലെ വസതിയിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. പാലാ കത്തീഡ്രൽ പള്ളിയിൽ 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കെ സജീഷ് ചേരുന്നുണ്ട്. സജീഷ്, ഏറെ വൈകിയാണ് മാണിയുടെ ഭൗതികദേഹം പാലയിലെ സ്വന്തം വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയും നിരവധി പേരാണോ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്? ഇനി വീട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും പൊതുദർശന പരിപാടികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകളൊക്കെ കൃത്യസമയത്തിന് നടക്കാനായിരിക്കുമോ സാധ്യത? കെ എം മാണിയുടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ പാലായുള്ള വസതിയിൽ എത്തിയത് ഇന്ന് രാവിലെ 7:15 മാത്രമാണ്. നേരത്തെ നിശ്ചയിച്ചതാകട്ടെ ഇത് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് എത്തിക്കാനായിരുന്നു. പക്ഷേ എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് എത്താനുള്ള പല വഴികളിലായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഒത്തുകൂടിയപ്പോൾ പലയിടങ്ങളിലും മണിക്കൂറുകളാണ് പൊതുദർശനം നീണ്ടത്. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് മാത്രമാണ് തിരുനക്കര മൈതാനിയിലെ പൊതുദർശനം അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് മരങ്ങാട്ടുപള്ളി വഴി പാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും 7:15 ഇവിടെ എത്തിയ കെ എം മാണിയുടെ ഭൗതിക ശരീരം കാണാൻ ആയിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വസതിയായ പാലയിലെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തോളം നീണ്ട ക്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിരവധി നേതാക്കന്മാർ, ഒപ്പം തന്നെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ, UDF-ൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അണികൾ, പാലായിലെ സാധാരണക്കാരെല്ലാം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 2 മണിക്ക് മരണാനന്തര ശുശ്രൂഷകൾ വീട്ടിൽ വെച്ച് നടക്കും. അതിനുശേഷമായിരിക്കും 3 മണിക്ക് സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ ശവസംസ്കാരം നടക്കുക. പക്ഷേ ആളുകളുടെ എണ്ണം വളരെ കൂടി വരുന്ന സാഹചര്യത്തിൽ പക്ഷേ ഈ സമയവും നീണ്ടുപോകാനാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ മരണാനന്തര പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. രാവിലെ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയോടൊപ്പം നേതാക്കന്മാർ അല്പസമയത്തിലേക്കും ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളും ഇന്നലെ മുതൽ തന്നെ വിലാപയാത്ര അനുഗമിച്ചുകൊണ്ട് കൂടെയുണ്ട്. അവർ ഇന്നും തങ്ങളുടെ നേതാവിന് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും വലിയൊരു ജനക്കൂട്ടമാണ് കെ എം മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെയും ഒഴുകി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുനക്കര മൈതാനത്ത് പുലർച്ചെ 1:30 മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയത്. അതാണെങ്കിൽ ഏതാണ്ട് 12 മണിക്കൂർ 13 മണിക്കൂർ വൈകി ശേഷമാണ് വിലാപയാത്ര അവിടെ എത്തിയത്. അതായത് ഇന്നലെ 10 മണിയോടുകൂടി തന്നെ തിരുനക്കര മൈതാനത്തിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അവരൊക്കെ 10-12 മണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് ഈ പൊതുദർശനത്തിലേക്ക് സൗകര്യമൊരുക്കിയത്. ആ രീതിയിൽ തന്നെ മാണിയും പാലായിലെ ജനങ്ങളും കോട്ടയത്തെ ജനങ്ങളും തമ്മിലുള്ളൊരു ഹൃദയബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു. കെ മാണി എന്ന നേതാവിൻ്റെ ജനസ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു ഈ 2 ദിവസങ്ങളായിട്ട് പാലയിലേക്കും കോട്ടയത്തേക്കും ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പൊതുദർശന സമയം അനന്തമായി നീളുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ ശവസംസ്കാരം നടക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. സതീഷ്, മാണിയെ സംബന്ധിച്ചോളം മാണിക്ക് പാല എന്ന് പറയുമ്പോൾ മാണിയുമായിരുന്നു, അത്രയും ജീവനായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കും മാണിക്കും. അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം അവിടെ എത്തുമ്പോൾ അവിടെ ഒരു പ്രവർത്തകരുടെ വികാരം എങ്ങനെയാണ് സജീഷ്? തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാല എന്നാൽ കെ എം മാണി എന്ന ഒരു രാഷ്ട്രീയ സമവാക്യം എഴുതി ചേർത്തുകൊണ്ട് തന്നെയാണ് കെ എം മാണി വിടവാങ്ങുന്നത്. 1965 പാല നിയമസഭാ മണ്ഡലം രൂപീകൃതമായ അന്ന് തൊട്ട് ഇന്നുവരെ പാലയ്ക്ക് വേറൊരു ജനപ്രതിനിധിയില്ല, MLA ഇല്ല. ഒരേയൊരു MLA മാത്രമാണ് ഇതുവരെ പാലക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അത് കെ എം മാണി മാത്രമാണ്. സംസ്ഥാനത്ത് അദ്ദേഹം നിൽക്കുന്ന മുന്നണിക്കെതിരായ കടുത്ത വികാരമുള്ളപ്പോഴും അടുത്ത UDF വികാരമുള്ളപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ മറ്റ് അഴിമതി ആരോപണങ്ങളെല്ലാം ഉയർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഘട്ടത്തിൽ പോലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പാല കെ എം മാണിയെ മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. അത്ര അധികം ഇഴയടുപ്പം. കെ എം മാണിയുടെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് അവിടെയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി പാലായിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിവരങ്ങളാണ് കെ സജീഷ് നൽകിയത്.